വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ജി എസ് ടിയുടെ കുഞ്ഞു കുറേ ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഏറ്റവും കൂടുതൽ ടോപ്പിക്ക് കവർ ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ പേജസ്, അറൗണ്ട് ഒരു ഐ തിങ്ക് ഒരു 150 or 200 സംതിങ് പേജസ് മാത്രമുള്ള ഒരു വലിയ ചാപ്റ്റർ. ഓക്കെ, ദാറ്റ് മീൻസ് ജി എസ് ടി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ കയറി വരുന്നൊരു ചാപ്റ്റർ. മനസ്സിലായി? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നോക്കുമ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പല സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്ലാസ് കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ ക്ലാസ് കേട്ട് തീരുന്നത് വരെ ഒരു പേനയും പേപ്പറും കയ്യിലുണ്ടെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് തന്നെ നമുക്ക് പറയാം. ഇതിനകത്ത് അറൗണ്ട് ഒരു ഈ ചാപ്റ്ററിൻ്റെ അത്രയും ഡെപ്ത് അനുസരിച്ച് ഒരു അറൗണ്ട് ഒരു 200 സംതിങ് ഇല്ലുസ്ട്രേഷൻസ് തന്നെ ഇതിനകത്തുണ്ട്. ദാറ്റ് മീൻസ് എക്സാമ്പിൾസ് തന്നെ ഇതിനകത്തുണ്ട്. മനസ്സിലായോ? ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസുകളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ ടോപ്പിക്കുകൾ അങ്ങ് കവർ ചെയ്ത് പോവും എന്നുറപ്പ്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, സ്റ്റഡി നോട്ട് നമ്പർ 2, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ്. മനസ്സിലായി? ഈ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സപ്ലൈ. എന്താണ് സപ്ലൈ? ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ സ്കോപ്പ് ഓഫ് സപ്ലൈ. എന്തൊക്കെയാണ് സ്കോപ്പ് ഓഫ് സപ്ലൈ ആയിട്ട് കയറി വരുന്നത്? അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനെ സപ്ലൈ ആണ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനുണ്ട്. ആൻഡ് ദ തേർഡ് വൺ കോമ്പോസിറ്റ് ഓർ മിക്സഡ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ ഓർ മിക്സഡ് സപ്ലൈ, ദാറ്റ് മീൻസ് ഒന്നിലധികം സപ്ലൈനെ നമുക്ക് ഒരുമിച്ച് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഓക്കെ നമ്മൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? മനസ്സിലായി? ആൻഡ് ലെവി ആൻഡ് കളക്ഷൻ. ഓക്കെ, അതായത് ടാക്സ് എപ്പോഴൊക്കെയാണ് ലെവി ചെയ്യേണ്ടത്, അതായത് ഒരു ട്രാൻസാക്ഷൻ ഏത് നടക്കുന്ന നേരത്ത്, ഒരു സപ്ലൈ നടക്കുന്ന നേരത്ത് എപ്പോഴാണ് ടാക്സ് ലെവി ചെയ്യേണ്ടത്, എപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി കളക്ഷൻ കയറി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ദ കോമ്പോസിഷൻ ലെവി. നമ്മൾ രജിസ്ട്രേഷനും പല കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു ടേമാണ് കോമ്പോസിഷൻ ലെവി അല്ലേ. എന്തായിരുന്നു കോമ്പോസിഷൻ ലെവി എന്ന് വെച്ചാൽ, അതായത് ഓരോ സിംഗിൾ ട്രാൻസാക്ഷൻസിന്റെ അടിസ്ഥാനത്തിലല്ല, ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇറ്റ്സ് കോൾഡ് കോമ്പോസിഷൻ ലെവി. ആൻഡ് എക്സംഷൻസ്. ഏതിനെയൊക്കെയാണ് നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് കയറി വരുന്ന നേരത്താണ് അതിനെ എക്സംപ്റ്റഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ പേഴ്സൺ ലയബിൾ ടു പേ ജി എസ് ടി. ആരാണ് ജി എസ് ടി പേ ചെയ്യേണ്ടത്? ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ടു ഓർ ബൈ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ, സോ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്താണെന്ന് അറിയണം. ആ സ്പെഷ്യൽ എക്കണോമിക് സോണിലോട്ട് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ചെയ്യുന്ന നേരത്തോ അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് സപ്ലൈ വരുന്ന നേരത്തോ എന്തൊക്കെയായിരിക്കണം അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെന്റ്. സോ ഇത്രയധികം കാര്യങ്ങൾ പറയുന്ന അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്ററാണ് ഇതിനകത്ത്. സോ പറയുന്ന കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. നോക്കാം. ദ ഫസ്റ്റ് വൺ, എന്താണ് സപ്ലൈ? അതായത് ജി എസ് ടിക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറഞ്ഞായിരുന്നു ടാക്സബിൾ ഇവന്റ് എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ ടാക്സബിൾ ആവുന്നത്, അതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞത് അല്ലെ. ജി എസ് ടി തുടങ്ങിയ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ എന്താ ടാക്സബിൾ ഇവന്റ് മീൻസ്. ഒരു ട്രാൻസാക്ഷൻ ഓക്കെ എപ്പോഴാണോ ടാക്സബിൾ ആവുന്നത്, ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്, അതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കസ്റ്റംസ് ഇങ്ങോട്ട് ഗുഡ്സ് വരുമ്പോഴോ ഇവിടുന്ന് തിരിച്ച് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ അതിനെയാണ് ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാറ്റ് ആണെങ്കിലോ ഇൻട്രാസ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ അതിനെ ടാക്സബിൾ ഇവന്റ് എന്ന് പറയും. ഇൻ കേസ് ഓഫ് സെയിൽസ് ടാക്സ്, ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെ എന്താണെന്ന് പറയാം? ടാക്സബിൾ ഇവന്റ് എന്ന് പറയാം. ഇൻ കേസ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി, മാനുഫാക്ചർ ചെയ്ത് പുറത്തിറക്കുന്ന നേരത്തെ അതിനെ ടാക്സബിൾ ഇവന്റ് എന്ന് പറയാം. ഇതെല്ലാം നമ്മൾ പഴയ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തതാ. ഇതിനെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ പകരം ജി എസ് ടി എന്ന് പറയുന്ന ഒരു സിംഗിൾ ആയിട്ട് കൊണ്ടുവന്നത് അല്ലെ. സോ അണ്ടർ ജി എസ് ടി ടാക്സബിൾ ഇവന്റ് മീൻസ് സപ്ലൈനെയാണ് നമ്മൾ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സപ്ലൈ എന്ന് നോക്കണം. നോക്കേ, ദ ടാക്സബിൾ ഇവന്റ് അണ്ടർ ജി എസ് ടി ലോ ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഇറ്റ് മീൻസ് നോ സപ്ലൈ നോ ജി എസ് ടി. ഓക്കെ, ദാറ്റ് മീൻസ് ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസിനെയാണ് നമ്മൾ നമ്മുടെ ജി എസ് ടിക്ക് അടിസ്ഥാനപ്പെടുത്തി ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് മീൻസ് നോ സപ്ലൈ നോ ജി എസ് ടി. Okay, and the second one, the term supply has been exclusively defined in the Act. The meaning and scope of supply under GST can be understood in terms of following 6 parameters which can be adopted to characterize a transaction as a supply. അതായത് 6 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷനെ സപ്ലൈ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. The first one, the supply of goods or services. Supply of anything other than goods or services does not attract GST. ഗുഡ്സോ സർവീസസിനെയോ സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇവന്റ് അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത്. ഗുഡ്സോ സർവീസോ അല്ലാതെ വേറെ എന്താണെന്ന് അറിയില്ല, ഗുഡ്സോ സർവീസോ അല്ലാതെ വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും സപ്ലൈ ചെയ്യുന്നത് കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ്സോ സർവീസോ കൊടുക്കുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ട് കൺസിഡറേഷൻ കിട്ടണം അല്ലേ. അതായത് ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിൽ ഫീസ് അടയ്ക്കണം, അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഗുഡ്സ് സെയിൽ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഒരു സെയിൽ പ്രൈസ് ഇങ്ങോട്ട് വാങ്ങിക്കണം. ദാറ്റ് മീൻസ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. ആൻഡ് ദ തേർഡ് വൺ, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. മനസ്സിലായോ? അവിടെ നോക്കിയേ, രണ്ട് ടേമാ, ഇൻ ദ കോഴ്സ് ഓർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഡേ ടു ഡേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് സപ്ലൈ ഓഫ് ബിസിനസ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ഈ പറയുന്ന പോലെ ബിസിനസിന്റെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ നമുക്ക് സപ്ലൈ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയും. ഫർദറൻസ് ഓഫ് ബിസിനസ് മീൻസ് ഓക്കെ, ഒരു കാര്യം ആലോചിച്ച്, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ബിസിനസിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കും അല്ലെ, അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു എക്സ്പാൻഷൻ പ്രതീക്ഷിക്കും. അങ്ങനെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു ബിസിനസിന്റെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ആൻഡ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. GST അടിസ്ഥാനപ്പെടുത്തി ടാക്സ് കൊടുക്കണമെങ്കിൽ ആ സപ്ലൈ ആര് നടത്തണം? ടാക്സബിൾ പേഴ്സൺ നടത്തണം. ആൻഡ് സപ്ലൈ ഷുഡ് ബി എ ടാക്സബിൾ സപ്ലൈ. മനസ്സിലായി? ചില സപ്ലൈനെ നമ്മൾ എക്സെപ്റ്റഡ് സപ്ലൈ എന്ന് പറയും, അതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സോ ടാക്സബിൾ സപ്ലൈ ആണ് നമ്മൾ സപ്ലൈ എന്ന് പറയണേ. ആൻഡ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് വിത്തിൻ ദ ടാക്സബിൾ ടെറിട്ടറി. ഇന്ത്യക്ക് പുറത്ത് നടത്തിയിട്ട് കാര്യമില്ല, ഏതാണോ ടാക്സബിൾ ടെറിട്ടറി ആ ടാക്സബിൾ ടെറിട്ടറിക്കകത്ത് നടത്തുന്ന സപ്ലൈസിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ അണ്ടർ GST ടാക്സബിൾ ഇവന്റ് മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അല്ലെ. ആ സപ്ലൈ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയണേ. എന്താണെന്ന് നോക്കി, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആയിരിക്കണം. ആൻഡ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷന് വേണ്ടിയിട്ടായിരിക്കണം. സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ബിസിനസിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ ആയിരിക്കണം. ആൻഡ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം സപ്ലൈ നടത്തിയിട്ടുണ്ടാവുന്നത്. ആൻഡ് സപ്ലൈ ഷുഡ് ബി എ ടാക്സബിൾ സപ്ലൈ. എക്സെപ്റ്റഡ് സപ്ലൈ ആവരുത്, ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് വിത്തിൻ ദ ടാക്സബിൾ ടെറിട്ടറി. സപ്ലൈ നടക്കുന്നത് എവിടെയായിരിക്കണം? ടാക്സബിൾ ടെറിട്ടറിക്കകത്തായിരിക്കും. മനസ്സിലായി? സോ ആ പോയിന്റ് ആ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ പഠിക്കുക. ടാക്സബിൾ ഇവന്റ് അണ്ടർ GST എന്ന് പറയുന്നത് സപ്ലൈ ആണ്. ആ ഒരു ട്രാൻസാക്ഷനെ സപ്ലൈ എന്ന് പറയണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഇനി നോക്കി, എക്സംഷൻസ് തന്നിട്ടുണ്ട്. എനി ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നോട്ട് എ സപ്ലൈ. നമ്മൾ നേരത്തെ പറഞ്ഞതാ, കൺസിഡറേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ് അല്ലെ. ഒരു സപ്ലൈ നടത്തുമ്പോൾ അതിന് കൺസിഡറേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? Supply bearing few exemptions in which a transaction is deemed to be supply even without consideration. അതായത് കുറച്ച് ട്രാൻസാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ ട്രാൻസാക്ഷൻസ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് പറയാം, ഏതാണെന്ന് നമുക്ക് പറയാം. നമുക്ക് 3 ഷെഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. ഓരോ ഷെഡ്യൂൾസിനകത്തും ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് അടുത്തായിട്ട് തന്നെ പറയാം. സോ ഇവിടെ നോക്കി, കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു സാധനത്തിനെ നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മുകളിൽ നമ്മളോട് പറഞ്ഞു. എന്നിട്ട് ഇവിടെ നമ്മളോട് പറയുന്നത് ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുന്ന നേരത്ത് അവിടെ ആ സപ്ലൈക്ക് എന്ത് വാങ്ങിക്കണം എന്ന് നിർബന്ധമില്ല, കൺസിഡറേഷൻ വാങ്ങിക്കണം എന്ന് നിർബന്ധമില്ല. അതല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ആ ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. And the next one, further, import of services for a consideration. Okay, import of goods alla, import of service for a consideration, whether or not in the course or furtherance of business is treated as supply. അതായത് ഒരു ട്രാൻസാക്ഷനെ സപ്ലൈ ആണെന്ന് പറയണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു? ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു അല്ലെ. ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് സപ്ലൈ, അതായത് ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടോ ബിസിനസിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ ആയിരിക്കണം. നിർബന്ധമായിട്ടും മാൻഡേറ്ററിലി അങ്ങനെയാണ്. എന്നാൽ മാത്രമേ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ? ഫർദർ ഇമ്പോർട്ട് ഓഫ് സർവീസ്. നമ്മളൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും അതിനെ നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? സോ നേരത്തെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് 2 എക്സെപ്ഷൻസ്. ചില പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ, ചില എക്സെപ്റ്റഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിനെ എക്സെപ്റ്റഡ് അല്ല കേട്ടോ, ചില സ്പെസിഫൈഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിനെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം സപ്ലൈ. പക്ഷേ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ അവിടെ ഇൻ ദ കോഴ്സോ അല്ലെങ്കിൽ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ആവശ്യമല്ല. മനസ്സിലായല്ലോ? ആൻഡ് നെക്സ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് സപ്ലൈ. സോ ഇത്രയും കാര്യങ്ങളാണ് സപ്ലൈ. ഇനി നമുക്ക് പഠിക്കാനുള്ള സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ്. ആ സെക്ഷൻ ഓർത്തിരുന്നോ? സെക്ഷൻ നമ്പർ 7. സ്കോപ്പ് ഓഫ് സപ്ലൈനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ നമ്പർ 7നകത്താണ്. നോക്കാം. നോക്കി, ആസ് പെർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1,
സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പ്രകാരമാണ് എന്തൊക്കെയാണ് സപ്ലൈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യണേ എന്ന് പറയണേ. ഓക്കെ, as per section 7 subsection 1, supply includes all form of supply of goods or services or both, such as sale, transfer, barter, exchange, license, rental, lease or disposal. ഇതിനെ എല്ലാത്തിനെയും നമുക്ക് സപ്ലൈ എന്ന് പറയാം. ഏതൊക്കെയായിരുന്നു? സെയില്, ഓക്കെ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെന്റൽ, ലീസ് ഓർ ഡിസ്പോസൽ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. Made or agreed to be made for a consideration by a person in the course or the furtherance of business. മനസ്സിലായി? സോ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 എന്തൊക്കെയാണ് സപ്ലൈ ഇൻക്ലൂഡ്സ് എന്ന് പറയണേ. അതിനകത്തുള്ള ആദ്യത്തെ കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സെയിൽ ആണെങ്കിലും ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെന്റൽ, ഡിസ്പോസൽ ഇതെല്ലാം സപ്ലൈ ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, import of services for a consideration whether or not in the course of furtherance of business. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, import of service ആണ് for a consideration. അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ in the course or furtherance of business ആവണം എന്ന് ആവശ്യമില്ല, നിർബന്ധമില്ല. And the third one, the activities specified in schedule number 1. ഓർത്തിരിക്കണം, എഴുതി വെക്കണം, schedule number 1. That means made or agreed to be made without a consideration. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സപ്ലൈ ചെയ്യണമെങ്കിൽ ചില സ്പെസിഫൈഡ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ചില സ്പെസിഫൈഡ് സപ്ലൈസ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. അത് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ നമ്പർ 1. സോ ആസ് പെർ ഷെഡ്യൂൾ നമ്പർ 1 എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ അല്ലെങ്കിൽ ഏതൊക്കെ സപ്ലൈ ആണോ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതെല്ലാം ഏതിനകത്ത് മെൻഷൻ ചെയ്യണേ? ഷെഡ്യൂൾ നമ്പർ 1 മെൻഷൻ ചെയ്യണേ. ഓക്കെ, ആൻഡ് ഡി വിത്ത് ഇഫക്ട് ഫ്രം ഡി ഇപ്പോൾ ഇല്ല, ഡിക്ക് പകരമാണ് നമുക്ക് ഏത് കൊണ്ടുവന്നേ? ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 7(1)(a) എന്ന് പറയുന്നത് കൊണ്ടുവന്നേ. രണ്ടിനകത്തും പറയുന്നത് ഒരേ കാര്യമാണ്. നമുക്ക് നോക്കാം. Where certain activities or transaction constitute a supply in accordance with the provision of subsection 1. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ they shall be treated either as a supply of goods or supply of services as referred to schedule number 2. That means ഷെഡ്യൂൾ നമ്പർ 1 പറയുന്നത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ഏതൊക്കെയാണ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഷെഡ്യൂൾ നമ്പർ 2. ദാറ്റ് മീൻസ് ചില ട്രാൻസാക്ഷൻസ് വരുന്ന നേരത്ത് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായി? സോ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 2 സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അണ്ടർ ഷെഡ്യൂൾ നമ്പർ 2 ഓരോ ട്രാൻസാക്ഷൻസും അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസസ് ആണോ എന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. മനസ്സിലായി? സോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 നമ്മളോട് പറയണേ എന്തൊക്കെയാണ് സപ്ലൈ ഇൻക്ലൂഡ്സ്. കേട്ടോ, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നോക്കി. എന്താ പറഞ്ഞേ? സെയിലോ, ട്രാൻസ്ഫറോ, ബാർട്ടറോ, എക്സ്ചേഞ്ചോ, ലൈസൻസോ, റെന്റലോ, ലീസോ, ഡിസ്പോസലോ ഇതെല്ലാം സപ്ലൈ ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ എ കൺസിഡറേഷൻ എന്നല്ലെങ്കിൽ പോലും, ഈ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ പോലും. ആൻഡ് ദ തേർഡ് വൺ ഏതാ? കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും. ഏതിനകത്ത്? സപ്ലൈ ചെയ്യുന്ന നേരത്തെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതെല്ലാം ഷെഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ചില സർവീസുകൾ ചില സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസസ് ആണോ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 2 കൊണ്ടുവന്നത്. പറയട്ടെ, അടുത്തത് നോക്കി. സെക്ഷൻ 7 സബ്സെക്ഷൻ 2. 7(1) എന്തൊക്കെയാണ് സപ്ലൈ എന്ന് പറയുന്നതെങ്കിൽ 7(2) സപ്ലൈ എക്സ്ക്ലൂഡ്സ് എന്തൊക്കെയാണ് സപ്ലൈ അല്ല എന്ന് പറയണേ. ഓക്കെ, ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 3. മൂന്നാമത്തെ ഷെഡ്യൂളുമായി നമുക്ക് അങ്ങനെ 3 ഷെഡ്യൂൾസാണ് പഠിക്കാനുള്ളത്. അതായത് ഷെഡ്യൂൾ നമ്പർ 3 പറയുന്നത് ഏതൊക്കെയാണ് നമ്മുടെ സപ്ലൈ അല്ലാത്തത്. സോ 1 ഷെഡ്യൂൾ നമ്പർ 1 കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ നമ്പർ 1. ഈ പറഞ്ഞിരിക്കുന്ന പോലെ സപ്ലൈ ഓഫ് ഗുഡ്സോ സപ്ലൈ ഓഫ് സർവീസസ് ആണോ എന്ന് വേർതിരിക്കാനാണ് ഷെഡ്യൂൾ നമ്പർ 2. ആൻഡ് ഷെഡ്യൂൾ നമ്പർ 3 ഏതൊക്കെയാണ് നമ്മുടെ സപ്ലൈ ഓഫ് സർവീസസ് സപ്ലൈ അല്ലാത്തത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അല്ലാത്തത്. പറയട്ടെ, ഓക്കെ. സച്ച് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് or a state government or union territory or any other local authority in which they are engaged as a public authorities as may be notified by the government on the recommendation of the council. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ യൂണിയൻ ടെറിട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിയോ അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷന് കൂടി സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാണ് ഇത് എക്സംപ്റ്റഡ് ആണ് എന്ന് പറയുവാണെങ്കിൽ ആ സപ്ലൈസിനെ നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 3 നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയും.
ഓർത്തിരിക്കണം, ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 3 നെഗറ്റീവ് ലിസ്റ്റ്. അതായത് ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നോക്കാം ഏതൊക്കെയാ നോക്കി. സർവീസസ് ബൈ എംപ്ലോയി ടു എംപ്ലോയർ ഇൻ ദ കോഴ്സ് ഓഫ് ഓർ ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെന്റ്. മനസ്സിലായി? എംപ്ലോയി എംപ്ലോയർക്ക് കൊടുക്കുകയാണ്, ജോലിയുടെ ഭാഗമായിട്ട് എംപ്ലോയി എംപ്ലോയർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സപ്ലൈ അല്ല. അതെങ്ങനെ സപ്ലൈ ആവണേ? അത് എംപ്ലോയ്മെന്റ് അല്ലേ? ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ, സർവീസസ് ബൈ കോർട്ട് ഓർ ട്രിബ്യൂണൽ. ഈ കോർട്ട് എന്ന് പറയുന്നതിനകത്ത് എല്ലാം വരും, ഡിസ്ട്രിക്ട് കോർട്ട് വരും, ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. സോ സർവീസസ് ബൈ കോർട്ട് ഓർ ട്രിബ്യൂണൽ അത് സപ്ലൈ അല്ല. ആൻഡ് ദ തേർഡ് വൺ, സർവീസസ് ബൈ മെമ്പർ ഓഫ് എ പാർലമെന്റ് ആൻഡ് അതേഴ്സ്. മെമ്പർ ഓഫ് പാർലമെന്റ് സപ്ലൈ അല്ല. ആൻഡ് സർവീസസ് ബൈ ഫ്യൂണറൽ ഓർ ബ്യൂറൽ. ഓക്കെ, ശ്മശാനോ അല്ലെങ്കിൽ ഈ ശവമടക്കോ ഈ വക ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്, സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്, ഓക്കെ, അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആക്ഷനബിൾ ക്ലെയിം, സപ്ലൈ ഓഫ് ആക്ഷനബിൾ ക്ലെയിം അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. അതായത് ഈ ആക്ഷനബിൾ ക്ലെയിമിനകത്ത് ഏത് വരില്ല? ലോട്ടറിയും ബെറ്റിംഗും ഗാംബ്ലിംഗ് ഒന്നും വരില്ല. ദാറ്റ് മീൻസ് ലോട്ടറി വിറ്റാലും ബെറ്റിംഗും ഗാംബ്ലിംഗ് ആണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതല്ലാതെ വേറെ ഏതെങ്കിലും ആക്ഷനബിൾ ക്ലെയിം ആണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? ഈ പറയുന്ന സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് in the non-taxable territory to another place in the non-taxable territory without such goods entering into India. ഇന്ത്യയിലോട്ട് വരുന്നേ ഇല്ല, വേറെ ഏതോ ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് വേറെ ഏതോ ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിലോട്ട് പോകുന്നു, ഇന്ത്യ ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല, പിന്നെ അതെങ്ങനെ സപ്ലൈ ആവണേ? സപ്ലൈ അല്ല. ആൻഡ് 8, സപ്ലൈ ഓഫ് വെയർഹൗസ്ഡ് ഗുഡ്സ് ടു എനി പേഴ്സൺ ബിഫോർ ക്ലിയറൻസ് ഓഫ് ഹോം കൺസപ്ഷൻ. മനസ്സിലായല്ലോ? ഇത് കസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സപ്ലൈ ഓഫ് വെയർഹൗസ്ഡ് ഗുഡ്സ്, ദാറ്റ് മീൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് വെയർഹൗസിലോട്ട് വന്നു, ആ വെയർഹൗസ് എന്ത് ചെയ്യണം? ഹോം ക്ലിയറൻസ് നടത്തണം. മനസ്സിലായോ? അതായത് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിനെയാണ് ഹോം കൺസംഷൻ എന്ന് പറയുന്നത്. സോ ചില സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അതിനെ മാറ്റി വെക്കും, ഹോം കൺസംഷൻ ഗോഡൌണിലോട്ട് മാറ്റി വെക്കും. ഇവിടെ നോക്കി, സപ്ലൈ ഓഫ് വെയർഹൗസ്ഡ് ഗുഡ്സ് ടു എനി പേഴ്സൺ ബിഫോർ ക്ലിയറൻസ് ഓഫ് ഹോം കൺസംഷൻ. ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് വേറെ ആർക്കെങ്കിലും സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. ആൻഡ് last one, supply of goods by the consignee to any other person by endorsement of a document of title of the goods after the goods have been dispatched from the port of origin located outside India but before the clearance of home consumption. മനസ്സിലായി? എന്തായിരുന്നു? നോക്കി, ഗുഡ്സ് ഹാവ് ബീൻ ഡിസ്പാച്ച് ഫ്രം ദ പോർട്ട് ഓഫ് ഒറിജിൻ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് ഡിസ്പാച്ച് ആയി, ഓക്കെ, എങ്ങോട്ട് എത്തിയിട്ടില്ല, ബട്ട് ബിഫോർ ദ ക്ലിയറൻസ് ഓഫ് ഹോം കൺസപ്ഷന് മുമ്പ് അത് വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യാം? എൻഡോഴ്സ്മെന്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ. മനസ്സിലായി? എൻഡോഴ്സ്മെന്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ പറഞ്ഞിരിക്കുന്ന പോലെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായിരുന്നു? സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനി ടു എനി അതർ പേഴ്സൺ ബൈ ദ എൻഡോഴ്സ്മെന്റ് ഓഫ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ആഫ്റ്റർ ദ ഗുഡ്സ് ഹാവ് ബീൻ ഡിസ്പാച്ച്ഡ് ഫ്രം ദ പോർട്ട് ഓഫ് ഒറിജിൻ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കുന്നു, അത് ഇവിടെ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടുന്ന് എത്തി ഹോം കൺസപ്ഷന് മുമ്പ് അത് ഈ പറയുന്നത് പോലെ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് വെച്ചിട്ട് നമ്മൾ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി? നോക്കി ഇനി, and the last one, section 7(3), subject to the provision of section 1(1)(a)(2), the government may, on the recommendation of the council, specify by notification the transaction that are to be treated as a supply of goods or service, a supply of goods and not as supply of services, and a supply of service and not as supply of goods. നമ്മൾ ഷെഡ്യൂൾ നമ്പർ 2 പറഞ്ഞതുപോലെ, അതായത് ഇത് കണ്ടോ, സെക്ഷൻ 7(3) നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് തീരുമാനിക്കാം? റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ മുഖേന ബൈ നോട്ടിഫിക്കേഷൻ എന്ത് തീരുമാനിക്കാം? ദ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ ടു ബി ട്രീറ്റഡ് ആസ്, ഓക്കെ, എന്തായിട്ട്? എ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് നോട്ട് സപ്ലൈ ഓഫ് സർവീസസ്. ഇത് സപ്ലൈ ഓഫ് സർവീസസ് അല്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ ഇത് സപ്ലൈ ഓഫ് സർവീസ് ആണ് അല്ലാതെ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല എന്ന് പറഞ്ഞ് GST കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടി ഗവൺമെന്റിന് തീരുമാനിക്കും. മനസ്സിലായി? അതായത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസസ് ആണോ എന്ന് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷെഡ്യൂൾ നമ്പർ 2 അത് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്നാൽ പോലും ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല സപ്ലൈ ഓഫ് സർവീസസ് ആണെന്ന് പറയാനും, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് അല്ല സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്ന് പറയാനും ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ ആർക്ക് അധികാരമുണ്ട്? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഗവൺമെന്റിന് അധികാരം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സപ്ലൈയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഒരു കാര്യം കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത്. നോക്കാം, ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ്
ഗ്രാൻഡ് thereof not treated as a supply of goods or services. അതായത് ആൽക്കഹോളിക് ലിക്കറിന്റെ ആൽക്കഹോളിക് ലിക്കറിന്റെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നോക്കാം. ഓക്കെ. Of India on the recommendation, Central Government of India on the recommendation of GST Council notified that the following activities or transaction undertaken by the state government in which they are engaged as a public authority shall be treated neither as a supply of goods or nor the supply of services. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടോ സപ്ലൈ ഓഫ് സർവീസസ് ആയിട്ടോ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണെന്ന് നോക്കി. സർവീസസ് ബൈ വേ ഓഫ് ഗ്രാൻഡ് ഓഫ് ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൽക്കഹോളിക് ലിക്കറിന്റെ ലൈസൻസ് കൊടുക്കുകയാണ് against consideration in the form of license fee or application fee or by whatever name is called. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരാൾക്ക് ഒരു കൺസിഡറേഷൻ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആൽക്കഹോളിക് ലിക്കറിന്റെ ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഈ പറഞ്ഞിരിക്കുന്ന പോലെ സപ്ലൈ ഓഫ് ഗുഡ്സോ സപ്ലൈ ഓഫ് സർവീസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. ഇത് നമ്മൾ 7A നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഷെഡ്യൂൾ നമ്പർ 2 പ്രകാരം എന്തൊക്കെയാണോ കയറി വരുന്നത്, മനസ്സിലായി? ഷെഡ്യൂൾ നമ്പർ 2 പ്രകാരം എന്തൊക്കെയാണ് കയറി വരുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ആൻഡ് നെക്സ്റ്റ് വൺ, ഇനി നോക്കി, ഇനി നമുക്ക് ഓരോ സിംഗിൾ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യാം. ആ 6 കണ്ടീഷൻസിനകത്തുള്ള ഓരോന്നും നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, സപ്ലൈ മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ്. സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. സോ അവിടെ നമ്മൾ പറഞ്ഞതാണ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് മീൻസ് എവരി പേഴ്സൺ ക്യാരിങ് ഔട്ട് സർട്ടൻ ആക്ടിവിറ്റി റെഗുലർലി ഫോർ റണ്ണിംഗ് ട്രേഡ് ഓർ കൊമേഴ്സ് അല്ലേ? അതായത് റെഗുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്ന റെഗുലർ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി. CMA Ram, a practicing coastal accountant, carries out the activities of accounting, auditing, filing returns, certifying documents and so on so forth. These activities can be considered as performed in the course of activities. In the course of business. അതായത് CMA കാരനാണ്, അങ്ങനെ ചെയ്യുന്നതാണ് ഓഡിറ്റിങ്ങും ഫയലിംഗ് റിട്ടേണും സർട്ടിഫിക്കറ്റും എല്ലാം. സോ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫർദറൻസ് ഓഫ് ബിസിനസ്? നോക്കി. എവറി ബിസിനസ് പേഴ്സൺ യൂസ് ടു തിങ്ക് ഹൗ ടു ഡെവലപ്പ് ഹിസ് ബിസിനസ് or carrying out the new activities. Such activities called the furtherance of business. മനസ്സിലായി? അതായത് നമ്മുടെ എക്സ്പാൻഷൻ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കും അല്ലെ? ഏതിനു വേണ്ടിയിട്ട്? ഹൗ ടു ഡെവലപ്പ്, നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കും. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയണേ? ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിട്ട് പറയണേ. മനസ്സിലായി? സോ അത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാം. ഓക്കെ. എക്സിലിമേറ്റർ മാനുഫാക്ചറിംഗ് എ മോട്ടോർ കാർസ് കമ്പനി യൂസ് ടു സെൽ ദ മോർ നമ്പർ ഓഫ് കാർസ് ഇൻ സദേൺ ഇന്ത്യ. In the view of the demand in southern India, the company intends to establish a manufacturing unit in Chennai. കൂടുതൽ വായിക്കണ്ടല്ലോ. അതായത് സദേൺ ഇന്ത്യയിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെന്നൈയിൽ പുതിയ യൂണിറ്റ് ഉണ്ടാക്കുന്നു. സോ അതിനകത്ത് വേണ്ടി വരുന്ന കാര്യങ്ങൾ അല്ല ചെന്നൈയിൽ യൂണിറ്റിലോട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. ആ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കണേ. And the next one, രണ്ടാമത്തെ. ഓക്കെ. സെക്ഷൻ 7(1)(a) of CGST Act. അതായത് നമ്മൾ സെക്ഷൻ 7(1) ഡിസ്കസ് ചെയ്ത സമയത്ത് അതിനകത്ത് എ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1(a) പ്രകാരം കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സെയിൽ എന്താണെന്ന് അറിയണം അല്ലെ? എക്സ്ചേഞ്ച് എന്താണെന്ന് അറിയണം, ബാർട്ടർ എന്താണെന്ന് അറിയണം, ലൈസൻസ് എന്താണെന്ന് അറിയണം, ഡിസ്പോസൽ എന്താണെന്ന് അറിയണം. ദാറ്റ് മീൻസ് ഈ വക ട്രാൻസാക്ഷൻസിനെ എല്ലാം നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? ഈ വക ട്രാൻസാക്ഷൻസിനെ എല്ലാം നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. സോ ആ ഓരോ ടേമും എന്താണെന്ന് അറിയണം. ഓക്കെ. നിങ്ങൾ ആ എക്സാമ്പിൾസ് ഒന്ന് വായിച്ചാൽ മതി, ഞാൻ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ദ ഫസ്റ്റ് വൺ, സെയിൽ. സെയിൽ അറിയാലോ? ദ ടേം സെയിൽ ഈസ് ഡിഫൈൻഡ് അണ്ടർ വേരിയസ് സ്റ്റേറ്റ്സ് വാറ്റ് ലോസ്. സെയിൽ മീൻസ് എ സെയിൽ ഓഫ് ഗുഡ്സ് മെയ്ഡ് വിത്ത് ദ സ്റ്റേറ്റ് ഫോർ ക്യാഷ് or deferred payment or other valuable consideration but does not include. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. സെയിലിനകത്ത് ഏത് ഇൻക്ലൂഡ് ചെയ്യില്ല? എന്ത് ചെയ്യില്ല? മോർഗേജോ ഹൈപ്പോത്തിക്കേഷനോ ചാർജോ പ്ലഡ്ജോ, അത് സെയിൽ അല്ല. അതല്ലാത്ത ബാക്കി എല്ലാത്തിനെയും സെയിലാണ് ട്രീറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തു വിത്ത് കൺസിഡറേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഒരു പ്രൊഡക്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഫോർ കൺസിഡറേഷൻ, അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. സെയിൽ ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഫോർ എ കൺസിഡറേഷൻ. ഇത്ര ഉള്ളൂ സെയിൽ. എന്തായിരുന്നു? സെയിൽ ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഫോർ എ കൺസിഡറേഷൻ. ഒരു പ്രോപ്പർട്ടി ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് ഒരു കൺസിഡറേഷൻ വാങ്ങിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? നമ്മുടെ സെയിലായിട്ട് ട്രീറ്റ് കേട്ടോ. നമുക്ക് എല്ലാ എക്സാമ്പിൾസും വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ എക്സാമ്പിൾ നമ്പർ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം.
എല്ലാത്തിനകത്തും പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. എന്താ സെയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ്. മനസ്സിലായി? സെയിൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മളോട് പറയുന്നത് ട്രാൻസ്ഫർ ആണ്. ദ ടേം ട്രാൻസ്ഫർ മീൻസ് ദ ഓണർഷിപ്പ് മേ നോട്ട് ബി ട്രാൻസ്ഫർഡ് ബട്ട് ദ റൈറ്റ് ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർഡ്. അതായത് എൻ്റെ കൈവശം ഉണ്ടായിരിക്കുന്ന ഒരു അസറ്റിന്റെ ഓണർഷിപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല, പക്ഷേ അത് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നു. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് അത് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. പകരം ഞാൻ നിങ്ങളോട് പറയുകയാണ്, അടുത്ത 4 മാസം നിങ്ങൾ എൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്തോ, എനിക്ക് മാസം 1000 രൂപ വെച്ച് തന്നാൽ മതി. മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് ട്രാൻസ്ഫർ. അതായത് അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പകരം ആ ഗുഡ്സ് റൈറ്റ് ടു യൂസ്, അല്ലെങ്കിൽ ആ ഗുഡ്സിന്റെ റൈറ്റ് ടു യൂസ് മാത്രമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ബാർട്ടർ. അറിയാലോ എന്താ? ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ട് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ ബാർട്ടർ എന്ന് പറയുന്നത്. നോക്കാം. The exchange of goods or productive services for other goods and productive services with the use of money. That means എന്തില്ല, ക്യാഷ് ആയിട്ട് മണി ആയിട്ട് വാങ്ങിക്കാതെ നമ്മൾ ഒരു ഗുഡ്സോ സർവീസസോ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, പകരം തിരിച്ച് നമുക്ക് കിട്ടുന്നതും ഈ പറയുന്ന ഗുഡ്സോ സർവീസസോ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ബാർട്ടർ എന്നുള്ള പേരിനകത്ത് പറയാം. ആൻഡ് എക്സ്ചേഞ്ച്. ഓക്കെ, when two persons mutually transfer the ownership of one thing for the ownership of another, neither thing nor both the things being money only, the transaction is called exchange. Okay, exchange offers on products such as television, mobile phones, refrigerators are leviable under GST. മനസ്സിലായി? ആ ഒറ്റ വേർഡ് മതി. എക്സ്ചേഞ്ച് ഓഫർ കണ്ടിട്ടില്ലേ നമ്മൾ? എന്താ, നമ്മൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരു ഷോപ്പിലോട്ട് പോകുന്നു, എന്നിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്ന പഴയ പ്രൊഡക്റ്റിനെ മാറ്റിയിട്ട് പുതിയ പ്രൊഡക്റ്റിനെ തിരിച്ചു വാങ്ങിക്കുന്നു. ഈ എക്സ്ചേഞ്ചിനെയും നമ്മൾ എന്തായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യണേ? നമ്മുടെ സപ്ലൈ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യണേ. മനസ്സിലായി? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 20,000 രൂപ വിലയുള്ള ഒരു ഫോൺ, 20,000 രൂപ വിലയുള്ള ഫോൺ നമ്മൾ നമ്മുടെ പഴയ ഫോണുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഫോൺ നമുക്ക് 18,000 രൂപയ്ക്ക് തന്നു. 18,000 റുപ്പീസിന് നമുക്ക് പുതിയ ഫോൺ തന്നു. സോ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ പഴയ ഫോൺ 2,000 റുപ്പീസിന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് നമുക്ക് 18,000 റുപ്പീസിന് ആ ഫോൺ കിട്ടിയത്. അതായത് ആ ഫോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 18,000 അല്ല, ആ ഫോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 20,000 തന്നെയാണ്. അല്ലേ? നമ്മൾ ഇത് എക്സ്ചേഞ്ച് ചെയ്തത് കൊണ്ടാണ്. ദാറ്റ് മീൻസ് നമ്മുടെ മൊബൈലിന് വാല്യൂ 2,000 ഉണ്ട്, പുതിയ മൊബൈലിന്റെ വാല്യൂ 20,000 ഉണ്ട്. അത് സെറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടണേ? അത് 18,000 റുപ്പീസിന് കിട്ടണേ. മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് എക്സ്ചേഞ്ച്. And license, where one person grant to another or to different number of other persons a right to do or continue to do in or upon the immovable property of the grantor, the right is called license. അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ലൈസൻസ് എന്ന് പറയണേ. സിറ്റുവേഷൻ മനസ്സിലായി? ഇങ്ങനെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അധികാരത്തിനെയാണ് നമ്മൾ ലൈസൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. സോ ആ ലൈസൻസിനെയും നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? നമ്മുടെ സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ റെന്റൽ. അറിയാലോ, പീരിയോഡിക്കൽ പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് അനദർ പ്രോപ്പർട്ടി. റെന്റ് ഈസ് ടു ബി പേ ഓൺ മന്ത്ലി. ഓക്കെ, ഒരു അസറ്റ് യൂസ് ചെയ്തതിന് മന്ത്ലി കൺസിഡറേഷൻ വാങ്ങിക്കുന്നതിനാണ് നമ്മൾ റെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ റെന്റൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ആൻഡ് ലീസ്. അറിയാം അല്ലേ? നമ്മൾ കേട്ട ടേം ലീസ്. എന്താ? എ ലീസ് ഇസ് ആൻ എഗ്രിമെന്റ് whereby the lessor conveys to the lessee in return for the payment or a serious payment the right to use an asset for an agreed period of time. നമുക്ക് അറിയാവുന്ന കേസാ അല്ലെ? ലീസ്, ലെസറും ലെസ്സിയും. ലെസറിന്റെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ആർക്ക് കൊടുക്കുന്നു? ലെസ്സിക്ക് കൊടുക്കുന്നു. ഏതിന്റെ അടിസ്ഥാനത്തിൽ? ലീസ് റെന്റിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ പറയുന്ന ലീസിനെയും നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? ഈ പറയുന്ന പോലെ സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. And the last one is called disposal. Disposal normally considered as a selling of asset when the organization is about to close down and the various assets are required to be disposed of. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വേരിയസ് ടൈപ്പ് ഓഫ് അസറ്റ്സ് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരും അല്ലേ? Such a transaction will also be considered as supply is liable to pay GST. That means അതായത് ഒരു ഓർഗനൈസേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്ന അസറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുന്ന ഡിസ്പോസലിനെയും നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? നമ്മുടെ സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ അത് ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. അതിനകത്തുള്ള എക്സാമ്പിൾസ് വായിച്ചു നോക്കുക. ഇങ്ങനൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാ എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ടയർഡാവും. ഓക്കെ, സോ എക്സാമ്പിൾസ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ എല്ലാം വായിച്ചു നോക്കി എനിക്ക് എളുപ്പമാണ് എന്നെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് വായിച്ചു നോക്കിയാൽ മതി എന്ന് പറയണേ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ആയിട്ടുള്ള കാണാം. ഓക്കെ, ബൈ.